3 വർഷം കൊണ്ട് ഞാൻ എഴുതിയ എൻ്റെ തിരക്കഥയെ 3 മാസം കൊണ്ട്, അതായത് 100 ദിവസം കൊണ്ട് ഞാനൊരു നോവലാക്കി മാറ്റിയാണ്. ഇന്ന് എൻ്റെ എഴുത്തിൻ്റെ 10ാമത്തെ ദിവസം, ഡേ 10. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് എനിക്ക് 20 പേജ് എഴുതാൻ കഴിഞ്ഞു. അങ്ങനെ ആകെ മൊത്തം 10 ദിവസം കൊണ്ട് 30 പേജ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഈ 5 ദിവസങ്ങളിൽ 1-2 ദിവസം വളരെ എളുപ്പത്തിൽ എനിക്ക് മനസ്സിലുള്ള ആശയം പേപ്പറിലേക്ക് പകർത്തി എഴുതാൻ കഴിഞ്ഞു. എന്നാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉദ്ദേശിക്കുന്ന ഒരു വാക്കിന് വേണ്ടി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്തെല്ലാം തടസ്സങ്ങൾ നേരിട്ടാലും അതെല്ലാം തരണം ചെയ്ത് ഞാൻ എൻ്റെ എഴുത്ത് യാത്ര മുന്നോട്ട് തന്നെ തുടരും. എനിക്കിത് പൂർത്തിയാക്കിയേ മതിയാവൂ. ഞാൻ ഒരിക്കലും മോട്ടിവേഷന് വേണ്ടി കാത്തു നിൽക്കാതെ ഡിസിപ്ലിനായിട്ട് സ്ഥിരമായി എഴുതാനാണ് ശീലിക്കുന്നത്. കാരണം ആ ശീലം ഒരിക്കൽ എൻ്റെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരുപാട് സെൽഫ് ഡൗട്ട്സും ഡിസ്ട്രാക്ഷൻസും ഒക്കെ ഉണ്ടായിട്ടും ഞാൻ ഈ എഴുത്ത് തുടരുന്നത് ഒരിക്കലും പെർഫെക്ഷന് വേണ്ടിയിട്ടല്ല, മറിച്ച് കിട്ടുന്ന ആ ഒരു ചെറിയ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ എഴുതുന്നതെല്ലാം ഒരിക്കൽ റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ എഴുതുന്നത്. ഞാൻ എപ്പോഴും റൈറ്റിങ്ങിനേക്കാൾ റീറൈറ്റിങ്ങിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നതും. ഈ 10 ദിവസത്തെ എഴുത്ത് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, വെറുതെ ഒരു തിരക്കഥയെ നോവലാക്കി മാറ്റുന്ന പ്രക്രിയയല്ല ഇത് എന്നാണ്. മറിച്ച് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ എന്നെ തന്നെ പരിവർത്തനപ്പെടുത്തുന്ന ഒരു പ്രക്രിയയായിട്ടാണ്. ഒരു എഴുത്തുകാരൻ എന്ന രീതിയിലും ഒരു വ്യക്തി എന്ന രീതിയിലും ഈ എഴുത്ത് എന്നിലെ ക്ഷമയെയും ഡിസിപ്ലിനെയും കാര്യമായി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓരോ പേജ് എഴുതുമ്പോഴും ഓരോ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്ത് എഴുത്ത് മുന്നോട്ട് തുടരുമ്പോൾ സെൽഫ് വർത്തായിട്ടുള്ളൊരു ഫീല് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ 10 ദിവസത്തെ എഴുത്ത് യാത്രയിൽ ഞാൻ പിക്കപ്പ് ചെയ്ത 3 ടേക്ക് അവേസ് നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഒന്നാമത്തേത്, കൺസിസ്റ്റൻസി ഇസ് മോർ വാല്യുബിൾ ദാൻ മോട്ടിവേഷൻ. മോട്ടിവേഷന് വേണ്ടി കാത്തു നിൽക്കാതെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, അത് എഴുത്താകട്ടെ, വായനയാകട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകട്ടെ, അത് സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയുക എന്നതാണ് പ്രധാനം. അല്ലാതെ ഇന്ന് അത് ചെയ്യാനുള്ള മോട്ടിവേഷൻ എനിക്കുണ്ടോ എന്നതല്ല. രണ്ടാമത്തെ കാര്യം, പ്രോഗ്രസ് ഇസ് ഓവർ പെർഫെക്ഷൻ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പെർഫെക്ഷന് വേണ്ടി സമയം കളയാതെ അത് തുടങ്ങുകയും തുടരുകയും തീർക്കുകയും ചെയ്യുക. ഓൾവേസ് സ്മോൾ പ്രോഗ്രസ് ഇസ് ബെറ്റർ ദാൻ പെർഫെക്ഷൻ. മൂന്നാമത്തെ കാര്യം, ഈ ക്രിയേറ്റീവ് ജേണി എൻ്റെ ക്രിയേറ്റീവ് വർക്കിനെ മാത്രമല്ല, ക്രിയേറ്ററായിട്ടുള്ള എന്നെയും ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഒരു റൈറ്റർ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും പേഷ്യൻസും കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും ബിൽഡ് ചെയ്യാൻ ഈ റൈറ്റിംഗ് ജേണി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ എനിക്ക് ഇതിലും മികച്ച രീതിയിൽ എഴുതാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടെ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്റ്റാർട്ട് റൈറ്റിംഗ്, കീപ് റൈറ്റിംഗ്. Until next time, it's Shan Pen. Love.